ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു പണി ഒരുങ്ങിയിട്ടില്ല കേട്ടോ. രാവിലത്തെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോറവിടെ വെച്ചിട്ടുണ്ട്, ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. മീൻ കേദറ ഇട്ടാണ് കിട്ടിയിട്ടുള്ളത്, കേദറ മീനാണ്. അപ്പോൾ ഇത് ഒന്ന് മസാല ആക്കി വെക്കാം, നമുക്ക് കഴുകിയിട്ട്. അപ്പോൾ മീൻ കഴുകിയിട്ട് മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പയറിൻ്റെ ഇല കുറച്ച് മുറിച്ച് ഉള്ളി എടുക്കണം കേട്ടോ. അപ്പോൾ ആ കോവക്കൻ്റെ വള്ളിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പയറിൻ്റെ ഇലയും കൂടെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയറിൻ്റെ ഇടയ്ക്കൊന്ന് ഉള്ളി എടുക്കാം. അപ്പോൾ എനിക്ക് പയറിൻ്റെ ഇലയും ചക്കക്കുരു ഉപ്പേരി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പയർ കായ്ക്കുമെന്ന് വിചാരിച്ചിട്ടില്ല, അതിൻ്റെ ഇല കിട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് പയർ നടുന്നത് കേട്ടോ. പിന്നെ ഒന്നോ രണ്ടോ പയറിൻ്റെ ഒരു വള്ളി എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. എനിക്ക് അതിൻ്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ട് പയറിൻ്റെ ഇല, മുരിങ്ങൻ്റെ ഇല, കോവക്കൻ്റെ ഇല, എനിക്ക് എല്ലാ ഇലയും ഇഷ്ടമാണ്. പക്ഷേ പയറിൻ്റെ ഇല നമ്മളിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് ഉപ്പേരിയാക്കിയിട്ട് ചക്കക്കുരു ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അങ്ങേ ഭാഗത്തൊക്കെ കുറച്ച് ഇല ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് നുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പയറും നമ്മൾ ഇടയ്ക്ക് ചീരയൊക്കെ ഉണ്ട് കേട്ടോ. ചീരൻ്റെ ഇതൊക്കെ ഉണ്ട്, നമുക്ക് താളിക്കാനോ ഉപ്പേരിക്കൊക്കെ ആവശ്യത്തിനുള്ള നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് സ്ഥലമൊന്നുമില്ല, ഈ കാണുന്ന കുറച്ച് സ്ഥലമുള്ളൂ എനിക്ക് നടാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ രണ്ട് ഭാഗത്തുള്ളൂ കുറച്ച് സ്ഥലം കേട്ടോ. അപ്പോൾ ഈ കോവക്കൻ്റെ വള്ളിൻ്റെ ഇടയിൽ ചെടികളും ഉണ്ട്, പയറും ഉണ്ട്, അവിടെ മുളകും തൈയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയറിൻ്റെ ഏകദേശം ഇല നുള്ളി കൊടുത്താലേ പയർ കായ്ക്കും ചെയ്യുള്ളൂ. ഒരുപാട് ഇല ഇങ്ങനെ ഉണ്ടാക്കി നിന്നാൽ പയർ കായ്ക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധ ഇലയ്ക്ക് കണ്ട് നുള്ളി എടുത്തേക്കാണ്. പിന്നെ ചോറവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒന്ന് തുടക്കാണ്ട് കേട്ടോ. അപ്പോൾ പയറിൻ്റെ നമുക്ക് നല്ലോണം കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പയറിൻ്റെ ഇലയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഇത്ര പയറിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ട വള്ളിയൊക്കെ പറ്റ ഇലയൊക്കെ പോയി, അതിൻ്റെ ഇടയിൽ ജ്യേഷ്ഠത്തിൻ്റെ മോൻ വരിക കേട്ടോ. അപ്പോൾ പയറിൻ്റെ ഇല നുള്ളി കഴുകി വെള്ളം വരാൻ വെച്ചിരുന്നു. അപ്പോൾ ചക്കക്കുരു മുളകിട്ടതാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ചക്കക്കുരു കഴുകി വെള്ളം ഒഴിച്ച് വെച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു തക്കാളി മുറിച്ചിട്ടു, തക്കാളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 2 പച്ചമുളക് കേട്ടോ. വെറും പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ 2 പച്ചമുളക്, ഒരു നുള്ളു മുളകും പൊടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു കളറിനും വേണ്ടിയിട്ട്. പിന്നെ നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് കുക്കറിൽ വിസിലായിട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇത്ര മസാല ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറി അടുപ്പത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ കേദറ മീനായിരുന്നു, 240 റുപ്യ വില എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനെ ഞാൻ വെട്ടാൻ ഏൽപ്പിച്ചെങ്ങാണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ ആ വയറിൻ്റെ അവിടുത്തെ കട്ടില്ലാത്ത ഭാഗത്തുള്ള മീനൊക്കെ ഉണ്ടല്ലോ, അതാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മീനവിടെ അടുപ്പത്ത് വെച്ച് നമ്മൾ പയറിൻ്റെ ഇലയ്ക്കൊന്ന് ചെറുങ്ങനെ അരിഞ്ഞെടുക്കണം. പയറിൻ്റെ ഇല ഇങ്ങനെ ആഞ്ഞ് കയ്യിൽ പിടിച്ചിട്ട്, ഉമ്മയ്ക്കൊക്കെ ആണെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടാട്ടോ അരിയ. പണ്ടൊക്കെ ഉമ്മയൊക്കെ, എനിക്കങ്ങനെ കയ്യിൽ പിടിച്ചിട്ടൊന്നും അരിയാൻ വയ്ക്കൂല കേട്ടോ, ചെറുങ്ങനെ അരിക്കണം. അപ്പോൾ പയറിൻ്റെ ഇലയൊക്കെ അരിഞ്ഞെടുത്തിട്ട്, അപ്പോൾ മീനൊക്കെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, മീനൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പയറിൻ്റെ ഇല ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ കുനുകുനാ അരിഞ്ഞെടുക്കണം കേട്ടോ. പയറിൻ്റെ ഇല ഒന്നും കൂടെ ചെറുതാകാൻ എനിക്കിങ്ങനെ അരിയാൻ വഹിച്ചോളൂ കേട്ടോ. നമുക്ക് കയ്യെ പിടിച്ച് ചെറുങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചക്കക്കുരുക്ക് ഇനി കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചക്കക്കുരു വേണമെങ്കിൽ ഒന്ന് കുത്തി ഉടക്കാൻ വേണ്ടവർക്ക് കേട്ടോ. ഞാനിത് മുഴുവനായിട്ട് ഉടക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൽ മഞ്ഞളും മുളകും ഉപ്പും പച്ചമുളകും തക്കാളി ഇട്ടിക്കണം കേട്ടോ. പിന്നെ പുളി ഒഴിച്ച് കൊടുക്കണം നമുക്ക് കേട്ടോ. പുളി ഒഴിച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുളിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ പയറിൻ്റെ ഉപ്പേരിക്കുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കയ്യിൽ പച്ച വെള്ളമായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. വേണ്ടവർക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ 2 പച്ചമുളക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ പയറിൻ്റെ ഇല അതിനകത്ത് ഇട്ട് കൊടുക്കുക. പയറിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെക്കുമ്പോൾ അതൊന്ന് ഒതുങ്ങി വരും നമുക്ക്. നമുക്കിങ്ങനെ ഇളക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ മുഴുവൻ പയറിൻ്റെ ഇല ഇട്ടൊന്ന് മൂടി വെച്ച് ഇപ്പോൾ ഒക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വറ്റിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി എടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചക്കക്കുരുവിൽ നമ്മൾ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പുളിയൊക്കെ തിളച്ച് പാകമായി വന്നപ്പോൾ ഞാൻ ഒന്ന് വറവിടണം. ഞാൻ കടുക് ഇട്ട് കൊടുത്തു. ഇനി വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ചക്കക്കുരു മുളകിട്ട് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നല്ല ടേസ്റ്റാട്ടോ ഈ ചക്കക്കുരു മുളകിട്ടത്. ഇതിൽ മാങ്ങയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ടോ. അപ്പോൾ നമ്മളെ കറി അവിടെ റെഡിയായി. അപ്പം നമ്മൾ പയറിൻ്റെ ഇല കണ്ടൊക്കെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നപ്പോഴേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി ഇതിൽ വേണമെങ്കിൽ കാന്താരിയൊക്കെ കടിച്ചു കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കറിയും ഉപ്പേരിയും മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചക്ക പറിച്ച് കേട്ടോ. ചക്ക ഇങ്ങനെ പറിച്ച് വെച്ചാൽ മക്കൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴിക്കാം. എനിക്കും ഇഷ്ടമാട്ടോ ചക്ക. ഞാൻ പിന്നെ ചക്ക പറിച്ച് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ എടുത്തിട്ട് കഴിക്കും കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് ചക്ക കേട്ടോ. ചക്കയും മാങ്ങയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അത് എത്ര ഉണ്ടെങ്കിലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടായ ചക്ക തന്നെയാണ്. അപ്പോൾ എനിക്ക് മിനിഞ്ഞാന്ന് ചക്കക്ക് നല്ല കൊതിയാണ്. അപ്പോൾ ഞാൻ നട്ടുച്ചക്ക് പോയിട്ട് ഇട്ടേച്ച് കൊടുന്നേ കേട്ടോ. കഴിഞ്ഞു കേട്ടോ. ഇനി മൂത്ത് വന്നിട്ട് വേണം. 3 ചക്ക ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മളെ ചക്കയൊക്കെ നല്ല തേങ്ങ വരിക്കട്ടെ അടിപൊളി മധുരമുള്ള ചക്കയാണ്. പക്ഷെ എനിക്ക് ഓവർ മധുരമുള്ള ചക്ക ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പുളിച്ച ചക്ക ഉണ്ടല്ലോ അതിങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ അവിടെ പറിച്ച് റെഡിയാക്കി വെച്ച് ഒഴിഞ്ഞിരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കുരു മുളകിട്ടതും നമ്മളെ പയറ് ഉപ്പേരിയും മീൻ പൊരിച്ചതും കേട്ടോ എന്നുള്ളത്. അപ്പോൾ ചിക്കുവിന് അപ്പോൾ ആൾക്ക് വിശന്ന് പറഞ്ഞപ്പോൾ അവന് ചോറ് വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.